ഹലോ 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 മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്. 6ാം ക്ലാസ്സിലെ മക്കളെ, എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവരും അടുത്ത ചാപ്റ്റർ കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റും അതുപോലെ തന്നെ സെക്കൻഡും മൂന്നാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ആ 2 വീഡിയോസും കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഈ മൂന്നാമത്തെ ചാപ്റ്റർ കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക. ഓക്കെ? കാരണം നമ്മൾ ഓൾറെഡി 2 ചാപ്റ്ററുകൾ ചർച്ച ചെയ്തത് കൊണ്ട് തന്നെ ആ ചാപ്റ്ററുകൾ കേൾക്കാതെ എന്ത് ചെയ്യണ്ട, ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ പൊന്നുമക്കളൊക്കെ വേഗം പോവുക. എന്നിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ 6ാം ക്ലാസ്സിലത്തെ ചാനലിൽ പോയി നോക്കിയാൽ എന്ത് ചെയ്യാൻ കഴിയും? അവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അറബി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്തുകൂടെ? അടുത്ത ചാപ്റ്റർ നോക്കിക്കൂടെ? മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിക്കൂടെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഷോർട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? നോക്കൂ, ലഹ്ലാത്തുൻ ലാ തുൻസ അല്ലേ? ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? 2 ചാപ്റ്ററുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, തുടങ്ങാം. ബിസ്മില്ലാഹ്. നോക്കൂ, ലഹ്ലാത്തും ലാ തുൻസ. എന്താ ലഹ്ലാത്ത് എന്ന് പറഞ്ഞാൽ? ലഹ്ലാത്തിന് എന്ന് പറഞ്ഞാൽ, ലഹ്ലത്ത് എന്ന് പറഞ്ഞാൽ നിമിഷമാണ്. അപ്പോൾ ലഹ്ലാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിമിഷങ്ങൾ അല്ലേ? അപ്പോൾ നിമിഷങ്ങൾ എങ്ങനത്തെ നിമിഷങ്ങളാണ്? ലാ തുൻസ, ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷത്തെക്കുറിച്ചാണ്, നിമിഷങ്ങളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. നോക്കൂ, ഈ ഒരു ഫോർമാറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതെന്താണ്. കഥയോ കവിതയോ കാര്യങ്ങളൊന്നല്ല. ഇതെന്താണ്? ഡയറിക്കുറിപ്പാണ് അല്ലേ? അപ്പോൾ നമ്മളിൽ അധിക പേര് എന്ത് ചെയ്യും? ഡയറികൾ, ഓരോ ദിവസം വന്നു നടക്കുന്ന ഡയറികൾ. ഞാൻ രാവിലെ എഴുന്നേറ്റു, പ്രഭാത കർമ്മങ്ങൾ ചെയ്തു, എന്നിട്ട് ആ ദിവസത്തിൽ ഏറ്റവും നമുക്ക് ഹിൻ്റായി തോന്നിയിട്ടുള്ള അല്ലേ, നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള കാര്യം നമ്മളൊരു പക്ഷേ എന്ത് ചെയ്യും? ഡയറിയിൽ എഴുതി വെക്കും. ശരിയല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സൽമാൻ, ആരായിരുന്നു നമ്മുടെ സൽമാൻ? ആരും മറന്നു പോകരുത് സൽമാനെ കുറിച്ച്. സൽമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ മാച്ചിൽ ഗോള് നേടി ടീമിനെ ജയിപ്പിച്ചിട്ടുള്ള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു നമ്മുടെ സൽമാൻ. ആ സൽമാൻ്റെ ഡയറി കുറിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, കത്തബ സൽമാൻ. സൽമാൻ കത്തബ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എഴുതി അല്ലേ? അപ്പോൾ കത്തബ സൽമാൻ എഴുതി. മുഫക്കിറൻ, എന്താ മുഫക്കിറത്ത് എന്ന് പറഞ്ഞാൽ? മുഫക്കിറത്ത് എന്ന് പറഞ്ഞാൽ ഡയറിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ മുഫക്കിറത്ത് എന്ന് പറഞ്ഞാൽ ഡയറി. അപ്പോൾ ഒരു ഡയറി എന്ത് ചെയ്തു? നമ്മുടെ സൽമാൻ എഴുതി. അൻ തജ്രിബത്തിഹി ദാലിക്കൽ യോമു. ആ ദിവസത്തിലുള്ള തജ്രിബ എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവം. അപ്പോൾ ആ ദിവസത്തിലുള്ള അനുഭവ ഡയറി കുറിപ്പ് എന്ത് ചെയ്തു? നമ്മുടെ സൽമാൻ എഴുതി. എന്നാൽ ആ ദിവസം എന്ന് പറഞ്ഞാൽ മാച്ച് കഴിഞ്ഞ് ടീം മെമ്പേഴ്സ് വിജയിച്ചിട്ടുള്ള അല്ലേ, സൽമാനിൻ്റെ ഗോള് കാരണത്താൽ ആ ടീം മൊത്തം വിജയിച്ചിട്ടുള്ള ആ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര ഡേറ്റ്? 2025 8ാം മാസമാണ് 15. അപ്പോൾ 15/8/2025 നമ്മളുടെ ഡയറി ഒക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഡയറി കുറിപ്പ് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കൂ, ലൻ അൻസ. ലൻ അൻസ എന്ന് പറഞ്ഞാൽ എന്താ? മറക്കൂല. അപ്പോൾ ഞാൻ മറക്കൂല എന്ത്? ദാലിക്കലിയോം, ആ ദിവസം ഞാൻ എന്ത് ചെയ്യില്ല. അപ്പോൾ നമ്മളെ സൽമാൻ എഴുതുകയാണ്, ഡയറിയിൽ എഴുതി തുടങ്ങുകയാണ് എന്ത്? ഞാൻ ആ ദിവസം ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? വസൽന, അതിനോട് സൽമാൻ പറയുന്നു വസൽന, ഞങ്ങളെത്തി. എവിടെ എത്തി? വസല എന്ന് പറഞ്ഞാൽ എത്തുക എന്നുള്ള ഫിഅലാണ് അല്ലേ? ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു ലൊമീറാണ്. വസൽന എന്ന് പറഞ്ഞാൽ ഞങ്ങളെത്തി എന്നാണ്. വസൽന ഇലൽ മുബാറത്തിൻ നിഹായിയ, അതായത് ഞങ്ങൾ കളിസ്ഥലത്ത് എത്തി അല്ലേ? അപ്പോൾ ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. മുബാറാത്ത് എന്ന് പറഞ്ഞാൽ മത്സരം. നിഹായിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ മത്സരം. അപ്പം ഓരോ കളിയും കഴിഞ്ഞ് അല്ലേ, ക്വാർട്ടർ കഴിഞ്ഞ് സെമി കഴിഞ്ഞ് അവസാനമാണ് എവിടേക്ക് എത്തുക? ഫൈനലിലേക്ക് എത്തുക. അപ്പോൾ സൽമാനും സൽമാനിൻ്റെ ടീമും എവിടെ എത്തി മക്കളെ? ഫൈനലിലെത്തി. നോക്കൂ, കൽബി, എന്നോട് സൽമാൻ പറയാണ്. സൽമാൻ്റെ ഡയറി ആണല്ലോ എഴുതുന്നത്. അപ്പോൾ സൽമാൻ അവനെക്കുറിച്ചാണല്ലോ പറയേണ്ടത്. അപ്പം പറയുന്നു കൽബി, എൻ്റെ ഹൃദയം അല്ലേ? കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയമാണ് കൽബ്. അപ്പം കൽബി, എൻ്റെ ഹൃദയം, യദുക്കു, അതെന്ത് ചെയ്യുന്നു? ഇടിക്കുന്നു അല്ലേ? അപ്പോൾ ഇടിക്കുന്നു. എങ്ങനെ ഇടിക്കുന്നു? കൽ ദുഫ് അല്ലേ? അപ്പോൾ ദഫ് പോലെ, എല്ലാവർക്കും ദഫ് അറിയാമല്ലോ, നമ്മൾ നബിദിനത്തിനൊക്കെ കളിക്കുന്ന ദഫ്. അപ്പോൾ ആ ദഫ് ഇങ്ങനെ കൊട്ടുന്ന ആ ഒരു ഇടി എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ഹൃദയം ഇടിക്കുന്നു. കാരണം എന്താ? പേടി കൊണ്ട് അല്ലേ? പേടിയും അതുപോലെ തന്നെ ആകാംക്ഷയും ഭയവും എല്ലാം എന്തുണ്ട്? ജാഗ്രത ഒക്കെ അവൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം എന്താ? ഒരു ടീമുമായിട്ട് അവൻ ഫൈനലിലേക്ക് പോവുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ ആ ഒരു ഇടി അല്ലേ? അപ്പോൾ കൽബിൻ്റെ ഉള്ളിൽ നമുക്കും ഉണ്ടാവും. ഇപ്പോൾ പെട്ടെന്ന് സ്റ്റേജ് മേക്കിയിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തുണ്ടാവും? പലർക്കും ഇവിടെ നിന്നൊരു
ഒരു പുകച്ചിൽ വരാനുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കും, നമ്മൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കും. അപ്പോൾ എന്തുണ്ടാവും, ഹൃദയം ഇങ്ങനെ മിടിപ്പ് ഇങ്ങനെ ടട്ടട്ടടാന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, ഇടിക്കുന്നുണ്ടാവും. അതേപോലെയാണ് നമ്മൾ സൽമാനും പറയുന്നത്, അവൻ്റെ കൽബും എന്തായി ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു അല്ലേ. വീണ്ടും കണ്ടോ, ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു, ന എന്ന് പറഞ്ഞാൽ ലൊമീറാണ്, ഞങ്ങൾ എന്ന് പറയുന്ന ലൊമീറാണ്. ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു. നോക്കൂ, അൽ മലഹബ് എവിടേക്കാണ് പ്രവേശിച്ചത്? മലഹബ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൗണ്ട് അല്ലേ. അപ്പം ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. സോ അൽ മുഷാഹിദൂന ജമിയൻ അല്ലേ. അപ്പോൾ എല്ലാ കാണികളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കളി നടക്കുന്ന സ്ഥലം അല്ലേ, കളി നടക്കുന്ന സ്ഥലമാകുമ്പോൾ ആ സ്ഥലത്ത് എന്ത് ചെയ്യും, ഒരുപാട് കാണികൾ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂടും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു അപ്ഡേറ്റ് പറയാം അല്ലേ. നമ്മളൊക്കെ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്ത് ചെയ്യാൻ പോകും, ഒരു പക്ഷേ കളി കാണാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യും, ടീം മെമ്പേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാണികൾ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സൽമാൻ്റെ ടീമിനെ വരവേൽക്കാൻ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗാലറിയിൽ ഇരിക്കുന്നുണ്ട്. നോക്കൂ, ബദഖത്തിൽ മുബാറ. എന്തായിരുന്നു മുബാറ എന്ന് പറഞ്ഞാൽ മത്സരം. അപ്പം ബദഖത്ത് എന്ന് പറഞ്ഞാൽ ബദഖ തുടങ്ങി. അപ്പം ബദഖത്തിൽ മുബാറ മത്സരം തുടങ്ങി. കഅന്നഹ ഫിൽ മൈദാനി അർബിൻ. എന്നിട്ട് നമ്മുടെ സൽമാൻ പറയുകയാണെന്ത്, അപ്പോൾ സൽമാൻ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞാൽ നടന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ഡയറി ആയിട്ട് എഴുതുക, ഓർമ്മക്കുറിപ്പായിട്ട് എഴുതുക, നടന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ സൽമാൻ ഓർത്തെടുക്കുന്നുണ്ട്. സൽമാൻ പറയുന്നത് കഅന്നനാ ഫിൽ മൈദാനിൽ ഹർബ് അല്ലേ. ഹർബ് എന്ന് പറഞ്ഞാൽ എന്താ, യുദ്ധം എന്നാണ് ഹർബിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും ആ മൈദാൻ, അതായത് ആ ഗ്രൗണ്ട് എന്ത് പോലെയായിരുന്നു, ഒരു അല്ലേ, ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു. അതായത് യുദ്ധത്തിൽ എങ്ങനെ ഉണ്ടാവുക, അവിടെ കുത്ത് ഇവിടെ കുത്ത്, അവിടെ ആളുകൾ ഇവിടെ ആളുകൾ, അങ്ങോട്ടോടും ഇങ്ങോട്ടും. അപ്പോൾ ആ ഒരു പ്രതീകമായിരുന്നു എന്തുണ്ടായിരുന്നത്, ആ കളിസ്ഥലത്തിന് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആര് പറയുന്നത്, സൽമാൻ പറയുന്നത്. നോക്കൂ, ഫഹിജത്തൻ പെട്ടെന്ന്, എന്താ ഫജഹത്തൻ അല്ലേ. ഫജഹത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പെട്ടെന്ന് അല്ലേ. അപ്പോൾ പെട്ടെന്ന് എന്ന് ഉപയോഗിക്കാനാണ് നമ്മൾ അറബിയിൽ എന്ത് ഉപയോഗിക്കുക, പെട്ടെന്ന്, ഫജഹത്തൻ പെട്ടെന്ന്, ജാഅത്തിൽ ഖുർറത്തു ഇലയ്യ. അപ്പോൾ സൽമാൻ പറയുകയാണെന്ത്, ബോൾ എന്നിലേക്ക് വന്നു, അപ്പോൾ എൻ്റെ കാലിലേക്ക് ബോൾ വന്നു. നോക്കൂ, സദത്തു ഖുർറത്ത അല്ലേ. സദത്തു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അടിച്ചു അല്ലേ. സദത്തു പറഞ്ഞാൽ ഞാൻ കിക്കെടുത്തു അല്ലേ. അപ്പോൾ സദത്തു ഞാൻ കിക്കെടുത്തു, അൽ ഖുർറത്ത ആ ബോൾ കൊണ്ട് ഞാനൊരു കിക്കെടുത്തു, ബികുല്ലി ഖുവ്വത്തിൻ അപ്പോൾ എൻ്റെ എല്ലാ ശക്തിയുമായിട്ട്. അപ്പോൾ എന്നിലേക്ക് ബോൾ ഇങ്ങനെ ചേർന്ന്, അതായത് ബോൾ എനിക്ക് കിട്ടി. അപ്പം ഗോൾ അടിക്കാനുള്ള അവസരമായിട്ട് ബോൾ എനിക്ക് കിട്ടി. ഞാൻ ആ ചാൻസ് എന്താക്കിയിട്ടില്ല, മിസ്സാക്കി കളഞ്ഞില്ല. നോക്കൂ, എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാനെന്ത് ചെയ്തു, ഇല്ലൽ മർമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ഗോളി പോസ്റ്റ് അല്ലേ. അപ്പോൾ ഗോളി പോസ്റ്റിലേക്ക് ഞാനെന്ത് ചെയ്തു, എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് വീശി അടിച്ചു. നോക്കൂ, തമവ്വജൽ മൽഅബ് ബിസ്സആരീദ്. തമവ്വജ എന്ന് പറഞ്ഞാൽ എന്താ, തമവ്വജ എന്ന് പറഞ്ഞാൽ ഇളകി മറഞ്ഞു അല്ലേ. അപ്പോൾ ഇളകി മറഞ്ഞു അൽ മൽഅബ്. അപ്പോൾ ഒന്നായിട്ട് എന്ത് ചെയ്തു, എല്ലാ സ്ഥലവും കാണികളൊക്കെ എന്ത് ചെയ്തു, ഗ്രൗണ്ട് ഫുള്ള് അല്ലേ, ഗ്രൗണ്ട് ഫുള്ള് എന്ത് ചെയ്തു, ഇളകി മറഞ്ഞു. ബിസ്സആരീദ് എന്തുകൊണ്ട്, ആരവങ്ങൾ കൊണ്ട്. അപ്പോൾ കാണികളുടെ ആരവങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, ആകെപ്പാടെ ഇളകി മറഞ്ഞു. നോക്കൂ, ഹദഫ് ഗോൾ. എല്ലാ കാണികളും അല്ലേ ഗോൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എല്ലാവരും വളരെ ആവേശത്തോടു കൂടെ ഇളകി മറിയാൻ തുടങ്ങി. നോക്കൂ, എന്നിട്ട് സൽമാൻ ഏറ്റവും അവസാനം പറയുന്നു. അപ്പോൾ ആ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൽമാൻ അല്ലേ, ടീം ഇങ്ങനെ തോറ്റ് നിൽക്കുകയാണ്. ആ സമയത്ത് സൽമാൻ ഏറ്റവും അവസാനത്തെ ടൈം അല്ലേ. അപ്പോൾ ഏറ്റവും അവസാനത്തെ ടൈമിൽ സൽമാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇഞ്ചുറി ടൈമിൽ എന്ത് ചെയ്യുന്നു, സൽമാൻ ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏത് ടീം ജയിക്കുന്നു. ദെൻ സൽമാന് ബോൾ കിട്ടുന്നു. സൽമാൻ അവൻ്റെ വലത് കാല് കൊണ്ട് എല്ലാവിധ ആവേശത്തോടു കൂടെയും എല്ലാവിധ ഊർജ്ജത്തോടു കൂടെയും അടിച്ച് ഗോളാക്കുന്നു. നോക്കൂ, നേരെ ഗോൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ബോൾ പോയി നേരെ ഗോൾ പോസ്റ്റിലേക്ക് കയറുന്നു, ഗോളാവുന്നു. ആ സമയത്തുള്ള ഒരു ആരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. എല്ലാവരും ആർഭാടും ഒച്ചപ്പാടുകളും കൂക്കുവിളിയും കൊണ്ട് എന്ത് ചെയ്തു, സ്റ്റേഡിയം ആകെ ഇളകി മറിഞ്ഞു. എല്ലാവരും ഗോൾ 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 എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് സൽമാൻ പറയുന്നു, തിൽക്കൽ ലഹ്ള, ആ ഒരു സമയം, ആ ഒരു നിമിഷം, ആ ഒരു സമയമുണ്ടായിരുന്നല്ലോ, കാലത്ത് മിൻ അർവാഹി ലഹ്ലാത്ത് ഫി അയാത്തി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു, നിമിഷമായിരുന്നു അത് എന്നാണ് നമ്മുടെ സൽമാനിൻ്റെ ഡയറിയിൽ കുറിച്ച് വെക്കുന്നത്. മനസ്സിലായോ? സൽമാനിൻ്റെ മനോഹരമായ ഡയറി എൻ്റെ പൊന്നുമക്കൾക്കൊക്കെ മനസ്സിലായോ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയറിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, ഡയറിയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശീലിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം വരുന്ന മെച്ചപ്പെടുകൾ, അതുപോലെ തന്നെ ഓരോ ദിവസം നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഡയറിയിൽ
എഴുതി വെക്കണോ? വേണ്ട അല്ലേ? വളരെ പ്രധാനപ്പെട്ട നമ്മൾ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലേ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഡയറികളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി ശീലിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു ഡയറി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അല്ലേ. അപ്പോൾ സൽമാനിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തം എന്ത് ചെയ്തു, സൽമാൻ വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, എഴുതി വെച്ചു. ഇനി കാലങ്ങൾ കഴിഞ്ഞാലും സൽമാൻ എന്ത് ചെയ്യാൻ കഴിയും, അതെടുത്തിട്ട് വായിച്ചിട്ട് ഇങ്ങനെ അല്ലേ മനസ്സിന് വല്ലാത്തൊരു സുഖം നേടാൻ കഴിയും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ഓരോ നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി തയ്യാറാക്കി വെക്കണം. ഇനി നോക്കൂ മക്കളെ, പാഠം മനസ്സിലായോ? മനസ്സിലായി സാറേ. സിമ്പിളാണോ? സിമ്പിളാണ് സാറേ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നോക്കൂ, ഇനി നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? അല്ലേ, നമ്മുടെ അറബി വളരെ സ്ട്രക്ചേർഡ് മെത്തേഡാണ്. നമ്മുടെ മെത്തേഡ് തന്നെ വളരെ അടിപൊളിയാണ്. നോക്കൂ, ആദ്യം നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു പാഠത്തെ പരിചയപ്പെടുത്തി, പിന്നെ നമ്മൾ അതിലുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യാണ്, പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ അറബി നമ്മൾക്ക് എന്ത് ചെയ്യണം, സെറ്റാക്കണം അല്ലേ. എല്ലാ വിഷയത്തെ പോലും അറബി എന്നുള്ള വിഷയം എന്ത് ചെയ്യണം, അത് വളരെ സിമ്പിളാക്കി നമ്മൾക്ക് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയണം. നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റി പരിചയപ്പെട്ടാലോ? നോക്കൂ, നുലാഹിദുൽ ജുംലൽ ആത്തിയ വ നുറത്തിബുഹ ഹസബൽ മുഫക്കിറ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് എൻ്റെ മക്കളോട് പറയുന്നത്. എന്താ നോക്കൂ, നമ്മൾ ഇവിടെ 1, 2, 3, 4, 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സൽമാൻ്റെ ഡയറിയുമായി ബന്ധപ്പെട്ട ഓരോ സെൻറ്റൻസുകളാണ് ഈ 5 എണ്ണവും പറയുന്നത്. നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി എന്നറിയോ, ഇതെന്ത് ചെയ്യണം, ഇവിടെ നേരെ ഓർഡർ ആക്കണം. എങ്ങനെ ഓർഡർ ആക്കണം? എങ്ങനെയാണോ സൽമാൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നത് അതേപോലെ ഓർഡർ ആക്കി എഴുതണം. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തീരും. തമവ്വജൽ മലഅബു ബിസ്സായിദ്, ആരവങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു, സ്റ്റേഡിയം ആകെ ഇളകി മറഞ്ഞു. അതുപോലെ തന്നെ ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു, അൽ മൽഅബ്, ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു. നോക്കൂ, വസൽന, ഞങ്ങൾ എത്തി, ഇൽ മുബാറത്തിൽ നിഹായ, ഞങ്ങൾ ഫൈനൽ മത്സരത്തിലെത്തി. സരത്തു ബിൽ ഖുറത്തി ബി കുല്ല് ഖുവത്ത്, ഞാൻ എൻ്റെ എല്ലാ പവർ കൊണ്ടും കിക്കെടുത്തു. ബദഗത്തിൽ മുബാറ, മത്സരം തുടങ്ങി. ഇത് ഓർഡർ ആണോ ഡിസോർഡർ ആണോ? ഇതൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് തിരിയും, ഇത് ഡിസോർഡർ ആണ്. സൽമാനിൻ്റെ ഡയറിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഓരോ പ്രസ്താവനകളും ഡിസോർഡർ ആണ്. നമ്മുടെ പണി ഇതെന്ത് ചെയ്യുക, ഓർഡറിൽ വെക്കുക. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം ആ ഡയറിയിൽ എന്തായിരുന്നു പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. ഫസൽന ഇലൽ മുബാറത്തിൻ നിഹായ അല്ലേ, ഞങ്ങൾ ഫൈനൽ മത്സരത്തിൽ എത്തി, എന്നിട്ടല്ലേ ആരവങ്ങളും ഗോളും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ കാര്യം ഈ മൂന്നാമത്തതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ 1 രേഖപ്പെടുത്തുക. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കൂ മക്കളെ, അടുത്തതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതായിരുന്നു വരിക? ദഖൽന അൽ മലഅബ, ഞങ്ങൾ കളിസ്ഥലത്തിലേക്ക് എത്തി. അല്ലെങ്കിൽ മദഗത്തിൽ മുബാറ, എന്ത് ചെയ്തു, മത്സരം തുടങ്ങിയെന്നാണോ? നോക്കൂ, ഇവിടെ ഏതാ രണ്ടാമതായിട്ട് വരികതാ, ദഖൽന, ഞങ്ങൾ പ്രവേശിച്ചു, അൽ മൽഅബ അല്ലേ, കളിക്കാൻ വേണ്ടി പ്രവേശിച്ചാലല്ലേ ബാക്കി ഗോളും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ദഖൽന അൽ മൽഅബ എന്നുള്ളത്. മൂന്നാമത്തെ നോക്കൂ, വളരെ സിമ്പിളാണ്. സരത്ത് ഖുറത്തിൻ ബി കുല്ല് ഖുവത്തി, ഞാൻ എൻ്റെ എല്ലാ ശക്തി കൊണ്ടും കിക്കെടുത്തു എന്നുള്ളതാണോ? അല്ല. ഏതാണ് വരുന്നത്? നോക്കൂ, ബദഗത്തിൽ മുബാറ, മത്സരം തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം എവിടെ എത്തി? ഫൈനലിലെത്തി. പിന്നീട് ഞങ്ങൾ കളിസ്ഥലത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, മത്സരം തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം, ബദഗത്തിൽ മുബാറക അല്ലേ, മത്സരം തുടങ്ങി. നാലാമത്തെ കാര്യം നോക്കൂ, വളരെ സിമ്പിളായിരുന്നു. എന്താണ്? സദത്തു ഖുറത്ത ബിക്കുല്ല് ഖുവത്തി, ഞാൻ എൻ്റെ എല്ലാ പവർ കൊണ്ടും എന്ത് ചെയ്തു, കിക്കെടുത്തു. അതല്ലേ നാലാമത്തത് ശരി? നീ നോക്കൂ, അൽ തമവ്വജൽ മലഅബു ബിസ്സായിദ്, ആരവങ്ങൾ കൊണ്ടു എന്ത് സ്റ്റേഡിയം ആകെ എന്ത് ചെയ്തു, ഇളകി മറഞ്ഞു. അപ്പോൾ ഇതാണ് എന്ത്, അഞ്ചാമത്തത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, അപ്പം നോക്കൂ, ഫസ്റ്റത്തെ മൂന്നാമത്തതാണെന്ത്, ഒന്നാമത്തത്. അതുപോലെ തന്നെ രണ്ടാമത് തന്നെയാണ്. മൂന്നാമത് വരുന്നത് ഏറ്റവും ലാസ്റ്റത്തതാണ്. നാലാമത്തെ ലാസ്റ്റിൻ്റെ മുകളിൽ, അഞ്ചാമത്തെ ഏറ്റവും ഫസ്റ്റത്തെ അല്ലേ. അപ്പോൾ ആദ്യം കൊടുത്തിട്ട് ഓർഡർ എന്തായിരുന്നു, ഫുള്ള് തെറ്റായിരുന്നു. നമുക്ക് ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ, ഓരോന്നും ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ശരി ഉത്തരം, ശരി ഓർഡർ ഇങ്ങനെയല്ല. നമ്മളെന്ത് ചെയ്തു, വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു, ഓർഡറിലെടുത്തു. ഇനി നോക്കൂ, നഖ്റഉ നസ്സ വ നഖ്താറുൽ അഫ്ആലുൽ മാളിയ, നമ്മളോട് പറയുന്നു ഈ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, മാലിയായിട്ടുള്ള ഫീലിന് എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, വസൽന അല്ലേ. അപ്പോൾ മാലിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ, 3 അക്ഷരമുള്ള ഫീൽ അല്ലേ. അപ്പോൾ കഴിഞ്ഞ് പോയിട്ടുള്ള വസല എന്ന് പറഞ്ഞാൽ എന്താ, എത്തി. അപ്പോൾ കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനാണ് എന്തെന്ന് പറയുക, മാലിയായിട്ടുള്ള ഫീൽ എന്ന് പറയാം. നോക്കൂ മക്കളെ, ഇവിടെ വസല എന്ന് മാത്രമേ ഫീലുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സാറ് പറഞ്ഞത് ലൊമീറാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 3 അക്ഷരമുള്ളതാണല്ലോ ഈ വസല എന്നുള്ളത്. അപ്പം വസല എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതിയെടുക്കാം. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്, ഇപ്പുറത്ത് നിന്ന് ഈ പാരഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യണം, അത്തരം വാക്കുകൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എഴുതിയെടുക്കണം. ഓക്കെ ആണല്ലോ? നോക്കൂ മക്കളെ, ദഖൽന, എന്താ ദഖൽന? ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലേ. അപ്പോൾ പ്രവേശിക്കുക എന്നുള്ളത് 3 ഹർഫേ ഉള്ളൂ അല്ലേ. ദാല്, അതുപോലെ തന്നെ ഹാ, അതുപോലെ തന്നെ ലാം, 3 അക്ഷരമേ ഉള്ളൂ. നൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതെന്താണ്, ലൊമീറാണ്. അതാ
ഫിഇലിൽ പെടൂല. അപ്പം നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് എഴുതിയെടുക്കാം? ദഖൽന എന്ന് എഴുതിയെടുത്തൂടെ അല്ലേ? ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു എന്നുള്ള ഫിഇലാണ്. അതെന്താണ്? മാലിയായിട്ടുള്ള ഫിഇലാണ്. പ്രവേശിക്കുക നമ്മൾ പറഞ്ഞു. മാലി എന്താ? മുലാരി എന്താ? മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ദഖൽന ഞങ്ങൾ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഞങ്ങൾ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അത് വരാനിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഞങ്ങൾ പ്രവേശിച്ചു, ഞങ്ങൾ തിന്നു എന്ന് പറഞ്ഞാൽ തിന്ന് കഴിഞ്ഞു അല്ലേ? അതേപോലെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാലിയാണ്. അപ്പം കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനാണ് മാലി ഉപയോഗിക്കുക. നോക്കൂ, ദഖലിനെ നമ്മൾ എഴുതിയെടുത്തു. ഇനി നമുക്ക് ഏതൊക്കെ തുടങ്ങാം അല്ലേ? നോക്കൂ, ബദ അല്ലേ? ബദഅത്ത് എന്നുള്ളത് താ എന്താണ്? അധികം എന്നതാണ്. ഈ ബദ എന്നുള്ളത് അല്ലേ? അപ്പം ബദ അല്ലേ? ബദഅത്ത് എന്നുള്ളത് എന്താണ്? തുടങ്ങി എന്നുള്ളത് എന്താണ്? തുടങ്ങി കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ കാര്യമാണല്ലോ, അത് മാലിയായിട്ടുള്ള ഫീലാണ്. ബദഅത്ത് ഇങ്ങോട്ട് എഴുതിയെടുക്കാം. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, ഫജ്അത്തൻ അല്ലേ? ഫജ്അത്തൻ പെട്ടെന്ന്. അതുപോലെ സദത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കിക്കെടുത്തു അല്ലേ? അപ്പോൾ കിക്കെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതെന്താണ്? സദർത്തു എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എഴുതിയെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 2 3 4 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയും ഇവിടെയുണ്ട് തമവജ എന്താ? ഇളകി മറഞ്ഞു അല്ലേ? അപ്പോൾ ഇളകി മറഞ്ഞു എന്നുള്ളത് എന്താണ്? കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഇളകി മറയുന്നു എന്ന് പറയുമ്പോഴാണ് അതെന്താവുക? മുലാരി ആവുക അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ ഇളകി മറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ പറഞ്ഞു സാറേ, നമ്മൾ പഠിച്ചു എന്ത്? മാലിയായിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ഓരോന്ന് എഴുതിയതും വസൽന ഞങ്ങൾ എത്തി, അത് കഴിഞ്ഞ കാര്യമാണ്. എത്തിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് മാലിയായിട്ടുള്ള ഫീലാണ്. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ച് കഴിഞ്ഞല്ലോ, അത് മാലിയായിട്ടുള്ള ഫീലാണ്. ബദഅത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞല്ലോ, അത് മാലിയായിട്ടുള്ള ഫീലാണ്. അപ്പോൾ എന്താണ് മാലിയായ ഫീൽ എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ വളരെ അടിപൊളിയായിട്ട് പറയണം. സാറേ, മാലിയായിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 6ാം ക്ലാസ്സുകാർക്ക് ഇനി ഒരാൾക്കും കിട്ടാതിരിക്കില്ല. കാരണം മാലിയായിട്ടുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അതെന്താണ്? മാലിയായിട്ടുള്ള ഫീലാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നു, മുലാരിയാണ്. കാരണം എന്താ? കഴിക്കാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ? മാലിയും മുലാരിയും മനസ്സിലായല്ലോ. ഇനി അടുത്തൊന്നും വളരെ സിമ്പിളായിട്ടുള്ള പണിയാണ്. നുക്മിലിൽ മുഫക്കിറത്തൻ യൗമിയത്തൻ ബിൽ ഇസ്തിഖ്ദാമി അഫ്ആൽ യൗമിൽ ഖൗസൈനി. നമ്മളോട് പറയാണ് നമ്മളോടൊരു ഡയറി തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യണോ? നമ്മളൊരു ഡയറി തയ്യാറാക്കണം. വളരെ സിമ്പിളല്ലേ? നോക്കൂ മക്കളെ, ഇവിടെ ഒരു ഉദാഹരണവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇസ്തൈഖൽതു ഞാൻ ഉണർന്നു. ഓക്കെ, നമ്മളോട് എഴുതാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമ്മളോടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഞാനല്ലേ അല്ലേ? ഓക്കെ ആണല്ലോ? നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ എന്നോട് എഴുതാൻ പറഞ്ഞതാണ്, നിന്നോട് എഴുതാൻ പറഞ്ഞാൽ അത് നിന്നോട് എഴുതാൻ പറഞ്ഞതാണ്. അപ്പോൾ നുക്കമ്മിലും മുഫക്കിറ നമ്മളോട് ഡയറി തയ്യാറാക്കാൻ പറയുമ്പോൾ അപ്പിന ഓരോരുത്തരാണ് എന്താവേണ്ടത്? എഴുതേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നോക്കൂ, ഇവിടെ ഇസ്തൈഖല എന്ന് പറയുന്നത് എന്തുണ്ട്? ഒരു ഫീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താക്കി മതി? ഞാൻ എഴുന്നേറ്റു അല്ലേ? ഞാൻ എഴുന്നേറ്റു എന്നതാണ്. ഇസ്തൈഖല എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അവിടെ ഒറ്റ പണിയുള്ളൂ, ഞാൻ എന്നുള്ളത് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചതാ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലായി. ഈ ഇസ്തൈഖല എന്നുള്ളതിന് കൂടെ തൂ ചേർത്താൽ അല്ലേ? ഇസ്തൈഖൽതു ഒരു തൂ ചേർത്ത് കൊടുത്താൽ ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇസ്തൈഖൽതു ഞാൻ ഉണർന്നു, മിനൽ യൗമി ഉറക്കത്തിൽ നിന്ന്, സ്വബാഹൻ വളരെ നേരത്തെ. അടുത്ത ഇവിടെ എന്തുണ്ട്? അസ്നാന എന്നുണ്ട്. അസ്നാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പല്ലുകൾ എന്നാണ്. ഇപ്പുറത്ത് എന്തുണ്ട്? നല്ലഫ എന്നുണ്ട്. അപ്പോൾ നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയെന്ന. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? സ്വന്തം ഡയറി എഴുതാനല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ എൻ്റെ പല്ല് വൃത്തിയാക്കി. അപ്പോൾ നല്ലഫ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. പറഞ്ഞാട്ടെ മക്കൾ? യെസ്, വെരി ഗുഡ്. നല്ലഫ എന്നുള്ളതിൻ്റെ കൂടെ ഒരു തൂ ചേർത്താൽ നോക്കൂ, നല്ലഫ്തു എന്ന് ചേർത്താൽ ഞാൻ വൃത്തിയാക്കി, അല്ല സ്നാന എൻ്റെ പല്ലുകൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ മറന്നു പോകരുത്. ഒരു തൂ ചേർത്താൽ അല്ലേ? ഒരു താ, അതുപോലെ തന്നെ സുക്കൂനുള്ള താഇനെ ചേർത്താൽ ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും. അപ്പോൾ നല്ലഫ്തു ഞാൻ വൃത്തിയാക്കി. അടുത്ത് നോക്കൂ, തനാവല അൽ ഫത്തൂറ. ഫത്തൂറ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാത ഭക്ഷണം. തനാവല എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക. അപ്പം പ്രഭാത ഭക്ഷണം. അപ്പം നമ്മുടെ ഡയറി എഴുതാനാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്നല്ലേ വേണ്ടിയ മക്കളെ? നോക്കൂ മക്കളെ, എത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തനാവല എന്ന് അവിടെ കൊടുക്കാം അല്ലേ? തനാ വ
ലൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു തൂ ചേർത്ത് കൊടുക്കുക. തനാവൽ തു, ഞാൻ ഭക്ഷണം കഴിച്ചു അല്ലേ. അപ്പം ഞാൻ പ്രഭാത ഭക്ഷണം എന്തായി കഴിച്ചു. അടുത്ത് നോക്കൂ, കറ എന്ന് പറഞ്ഞാൽ എന്താ, വായിച്ചു. ഇവിടെ എന്തുണ്ട്, ജരീദ എന്നുണ്ട്. ജരീദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പത്രം എന്നാണ്. അപ്പോൾ കറ എന്ന് പറഞ്ഞാൽ വായിച്ചു, ജരീദ എന്ന് പറഞ്ഞാൽ പത്രം. പത്രം വായിച്ചു. നമ്മളോട് എന്താ പറഞ്ഞത്, സ്വന്തം ഡയറി ആക്കണം. അപ്പോൾ നമുക്ക് ചെയ്തൂടെ, കറ എന്ത് ചെയ്യുക, ഇവിടെ ചേർത്തി കൊടുക്കാം. കറ നമ്മൾ എവിടെ നിന്നാണ് ചേർത്തത്, ആ നേരപ്പുറത്തുണ്ട്. ആ കറ ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. അതിൻ്റെ കൂടെ തു എന്ന് ചേർത്ത്, ഞാൻ പറഞ്ഞു കറ തു, ഞാൻ വായിച്ചു അല്ലേ. തൂ ചേർത്തി കൊടുത്താൽ ഞാൻ എന്നുള്ള അർത്ഥം കിട്ടും. വളരെ സിമ്പിളല്ലേ മക്കളെ. കറഅത്തു, ഞാൻ വായിച്ചു. അൽ ജരീദ, പത്രം വായിച്ചു. ആഹാ, എത്ര സിമ്പിളല്ലേ സാറേ, എത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് വാങ്ങിയെടുക്കാം. അടുത്ത് നോക്കൂ, ഇലൽ മദ്രസ, മദ്രസയിലേക്ക്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ മദ്രസയിലേക്ക് പോയി. നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ, നമ്മുടെ ഡയറി ആണല്ലോ എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഡയറി എഴുതുമ്പോൾ ഞാൻ എന്ന് പറയണ്ടേ. അപ്പോൾ ദഹബ പ്ലസ് തു, ദഹബ്തു, ഞാൻ പോയി. ദഹബ്തു, ഞാൻ പോയി. ഇലൽ മദ്രസ, മദ്രസയിലേക്ക് പോയി. അടുത്ത് നോക്കൂ, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി. അദ്ദുറൂസ് എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ എന്നാ. അപ്പം ഞാൻ പാഠങ്ങൾ എഴുതി നല്ല വേണ്ടി. വളരെ സിമ്പിളായിട്ട് സാറ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പം എന്ത് എഴുതിയാൽ മതി, കത്തബുത്തു, ഞാൻ എഴുതി അല്ലേ. കത്തബുത്തു അവസാനം ഒരു തായിനെ ചേർത്തി കൊടുത്താൽ ഞാൻ എഴുതി എന്നുള്ള അർത്ഥം കിട്ടിയല്ലോ. അടുത്ത് നോക്കൂ, മിനൽ മദ്രസത്തി മസാൻ, വൈകുന്നേരം മദ്രസയിൽ നിന്ന്. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. അപ്പം ഞാൻ മടങ്ങി എന്നുള്ള അർത്ഥം കിട്ടണ്ടേ. എങ്ങനെ എഴുതാം, റജൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു തൂ ചേർത്തി കൊടുക്കുക. റജ എത്തു, ഞാൻ മടങ്ങി. വളരെ സിമ്പിൾ അല്ലേ. അടുത്ത് നോക്കൂ, ഫിൽ മൈതാനി മാ ലസ്തിഖ അല്ലേ. അപ്പോൾ ഫിൽ മൈതാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ, കളിസ്ഥലത്ത്. മാ ലസ്തിഖ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ. ലഇബ, കളിച്ചു. അപ്പോൾ എന്താ വേണ്ടത്, ഞാൻ എന്നല്ലേ നമ്മൾ ഡയറി ആക്കേണ്ടത്. നോക്കൂ, ലഇബൻ്റെ പ്ലസ് ലഇബയുടെ കൂടെ ലഇബ്തു അല്ലേ. ലഇബയുടെ കൂടെ തൂ ചേർത്തി കൊടുത്താൽ ലഇബ്തു. അപ്പോൾ തൂഇനെ ചേർത്തി കൊടുത്താൽ, തൂഇനെ ചേർത്തിയാൽ ഞാൻ എന്നുള്ള അർത്ഥം എന്താവും, കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ. ഈ പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഒരാളും ഉണ്ടാവില്ല അല്ലേ. കാരണം വളരെ സിമ്പിളാണ്. തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി, ഒരു തൂന്ന് മാത്രം ചേർത്താൽ മതി. വേറെ ഒരു പണി എന്ത് ചെയ്യണ്ട, സാറിൻ്റെ മക്കൾ എടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമിന് ചോദ്യം വന്നാൽ അതിൽ 10 മാർക്കാണെങ്കിൽ 10 നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വാങ്ങാൻ കഴിയും. അത് ഷുവറാണോ? ഷുവറാണ്. കാരണം എന്താ, അത്രയും സിമ്പിളാണ് സാറേ അല്ലേ. അപ്പോൾ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നോക്കൂ, ഇനി വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നുൻഷിദു വനതദവ്വഖു വനതഅറഫു അലൽ അൽആബ്. നമുക്ക് എന്ത് ചെയ്യാം, ചില കളികൾ എന്ത് ചെയ്യാം, പാട്ട് രൂപത്തിൽ എന്ത് ചെയ്യണം, ചില കളികൾ പഠിക്കണം. വളരെ സിമ്പിളാണ്. ഫസ്റ്റത്തെ കളി കാണുമ്പോൾ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ 6ാം ക്ലാസ്സിലത്തെ ഒരു മക്കൾക്ക് പോലും ഇതെന്താ കളി എന്ന് തിരിയാത്തത് ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ ഈ പ്രായത്തിലല്ലേ, നമ്മുടെ ചെറിയ പ്രായത്തിൽ, സാറിൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ സാർ ഒരുപാട് കളിച്ചിരുന്നു. മുറ്റത്ത് അല്ലേ 6 കള്ളി വരിച്ച്, ആ കള്ളിയിൽ കക്ക് കളി എന്ന് എൻ്റെ നാട്ടിൽ പറയാം. ഞാൻ എവിടെയാണ്, കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട്ടുകാർ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും കക്ക് അല്ലേ, കക്ക് കളി എന്നാണ് ഇരിക്കും എന്തായിരിക്കുക പറയുക. ഞാനൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനൊക്കെ വളരെ മനോഹരമായിട്ട് എന്തായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച കളിയായിരുന്നു ഇതൊക്കെ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇല്ല, ഇത്തരം പരിപാടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതെന്താണ്, കക്ക് കളിയാണ്. ഓക്കെ, ഇതാ കാണുന്നില്ലേ. അപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും എന്തായിരുന്നു, കക്ക് കളിയാണ്. ഓക്കെ, അപ്പോൾ ലഅബത്തുൽ അജ്ല എന്ന് പറഞ്ഞാൽ എന്താ, കക്ക് കളി അല്ലേ. ഓരോ നാട്ടിലും ഓരോന്നാ പറയുക. നോക്കൂ, ഹുംസിക്കു റിജിലൻ ഉത്തിലുക്കു റിജിലൻ. ഹുംസിക്കു എന്ന് പറഞ്ഞാൽ എന്താ, ഹുംസിക്കു റിജിലൻ ഉത്തിലുക്കു റിജിലൻ അബ്ദഹു മഹിലൻ അജിലൻ അജിലൻ അന അത്തഖത്ത ഖത്തൻ ഖത്ത ഇന്ദി ഖിബ്റ ഇന്ദി ഖുദ്റ അസ്ബിഖു ഗൈരി മിസ്ലത് ത്വയ്രി. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. നോക്കൂ, ഹുംസിക്കു റിജിലൻ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഒരു കാലിന് എന്ത് ചെയ്യും, പിടിച്ചു വെക്കും. അങ്ങനല്ലേ നമ്മൾ കക്ക് കളിച്ചത് എങ്ങനെയായിരുന്നു, ഒരു കാലം എന്ത് ചെയ്യും, മേലോട്ട് പൊന്തിച്ച് വെക്കും അല്ലേ. അപ്പോൾ വലതുകാല എക്സ്പീരിയൻസ് ഉള്ളവർ എന്ത് ചെയ്യും, ഇടതുകാല് മേലോട്ട് വെക്കും. അപ്പോൾ അതാ പറഞ്ഞത് എന്ത്, ഉംസിക്കു റിജിലൻ, ഞാൻ ഒരു കാലിന് എന്ത് ചെയ്യും, പിടിച്ചു വെക്കും. അതുപോലെ തന്നെ ഉത്തുലുക്ക് റിജിലൻ, ഞാൻ മറ്റേ കാലം എന്ത് ചെയ്യും, ഫ്രീ ആക്കി വിടും. അപ്പോൾ ഉത്തുലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീ ആക്കി വിടുക. അപ്പോൾ ഒരു കാലം എന്ത് ചെയ്യും, പൊന്തിച്ച് വെക്കും, മറ്റേ കാല് ഫ്രീ ആക്കി വിടും. എന്നിട്ട് പറയുന്നു അബ്ദഹു മൽ അല്ലേ. അബ്ദഹു മൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, മഹിലൻ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ്. അപ്പോൾ അബ്ദഹു എന്ന് പറഞ്ഞാൽ തുടങ്ങും, മഹിലൻ പതുക്കെ തുടങ്ങും, എന്ത്, അജിലൻ അജിലൻ. അപ്പോൾ ഓരോ ചുവട് വെപ്പിളുമായിട്ട് ഞാൻ എന്ത് വളരെ ശ്രദ്ധിച്ച് ഞാൻ എന്ത് ചെയ്യും, പതുക്കെ കളി തുടങ്ങും അല്ലേ. അപ്പോൾ ഒരു കാല് പൊന്തിച്ച് വെക്കും, മറ്റേ കാലം എന്ത് ചെയ്യും, ഇറക്കി വെക്കും. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്യും, കളി ഇങ്ങനെ കക്ക് ഇങ്ങനെ തുടങ്ങും അല്ലേ.
എന്നിട്ട് പറയുകയാണെന്ത് അന അത്തഹത്ത ഹത്തൻ ഹത്തൻ അന ഹത്തൻ, ഞാൻ ഓരോ ചുവടുകളും വെക്കും. അത്തഹത്ത എന്ന് പറഞ്ഞാൽ എന്താ, ചുവടുകൾ വെക്കുക. ചുവടെന്ന് പറഞ്ഞാൽ ഓരോ കാലടിയും ഞാൻ വെക്കും. എങ്ങനെ, ഹത്തൻ ഹത്തൻ, വളരെ ശ്രദ്ധിച്ചിട്ടില്ലേ. അപ്പോൾ കാലെന്ത് ചെയ്യരുത്, മറ്റേ കാലം ചെയ്ത് ഈ പൊന്തിച്ച് വെച്ച കാലം ചെയ്യരുത്, നിലത്തേക്ക് വീണ് പോവരുത്. നിങ്ങൾക്ക് ഓർമ്മയില്ല മക്കളെ കളി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യും, ആ കൂടെയുള്ള കക്കു നമ്മൾ എന്ത് ചെയ്യണം, തട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, വളരെ ശ്രദ്ധിച്ച് ഞാൻ നോക്കും. എന്നിട്ട് പറയും എന്താ, ഇന്ത്യ ഹിബ്ര ഇന്ത്യ കുതിര, എൻ്റെ അടുത്ത് എന്തുണ്ടാവും, പ്രത്യേക സ്കില്ലുകൾ ഉണ്ടാവും. അപ്പോൾ കക്ക് കളിയിൽ ചിലപ്പോൾ മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും, അവന് വളരെ ശ്രദ്ധിച്ചോട്ടായിരിക്കും ആ കളി കളിക്കുക. എന്നിട്ട് പറയുന്നു അസ്ബി കോയിര്, ഞാൻ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, മുൻകടക്കും മിസിലത്തോയിര്, പക്ഷിയെ പോലെ. അപ്പോൾ ഒരു പക്ഷി പറക്കുന്നത് പോലെ എന്ത് ചെയ്യും, ഞാൻ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, എൻ്റെ കളി പൂർത്തിയാക്കും. മനസ്സിലായോ? അടുത്ത കളി നോക്കൂ, ലഅബത്തുൽ കരാസി. എന്താ കരാസി എന്ന് പറഞ്ഞാൽ, കസേരക്കളി അല്ലേ. ഇതെന്ത് ചെയ്യാണ്ട്, ഇത് നമ്മളൊരു പക്ഷേ നമ്മളെല്ലാവരും അല്ലേ, നമ്മളും സാറും മക്കളും ഇപ്പോഴും കളിച്ചു കൊണ്ടിരിക്കുന്ന കളിയായിരിക്കും എന്ത്, കസേരക്കളി. ഇതെല്ലാ സ്ഥലത്തും എന്തുണ്ട്, കസേരക്കളി ഉണ്ട്. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ചുറ്റും കസാല നിർത്തും അല്ലേ. ഒരാളുടെ എണ്ണത്തിൽ ഇപ്പോൾ 10 ആളാണെങ്കിൽ എത്ര കസാല വെക്കും, 11 കസാല വെക്കും. 10 ആളാണെങ്കിൽ 9 കസാല വെക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, പാട്ട് ഓണാക്കും. പാട്ടിന് എന്ത് ചെയ്യും, പാട്ടിനനുസരിച്ച് എല്ലാവരും ചുറ്റും ഇങ്ങനെ ഓടും. പെട്ടെന്ന് സ്റ്റോപ്പ് പറയുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും കയറിയിരിക്കണം. അതാണ് എന്ത്, ഈ ഗെയിം അല്ലേ. അപ്പോൾ നോക്കൂ, നുസ്രി ഫി ഹമാസ്. നുസ്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഫിൽ ഹമാസ് എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടു കൂടെ എന്ത് ചെയ്യും, തുടങ്ങും. ഹമാസ് എന്ന് പറഞ്ഞാൽ ആവേശം. അപ്പോൾ ആവേശത്തോടു കൂടെ നമ്മളെ കക്ക് കളി എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ലഅബത്തുൽ കരാസി അല്ലേ, നമ്മുടെ കക്ക് കളിയല്ല, നമ്മുടെ കസേരക്കളി എന്ത് ചെയ്യും, വളരെ ആവേശത്തോടെ തുടങ്ങും. നദൂർ ഹൗല മഅൻ, എല്ലാവരും അതിൻ്റെ ചുറ്റും ഓടും. ഹത്താ യനാലു മൗലീൻ, ഒരു സ്ഥലം കിട്ടുന്നത് വരെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും ഓടും. പാട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നോളണം. എവിടെയാണോ സീറ്റ് കിട്ടിയത് അവിടെ ഇരുന്നോളണം. ഇരിക്കാത്തവൻ എന്ത് ചെയ്യും, ഔട്ട് ചെയ്യും. അപ്പോൾ നോക്കൂ, ഹത്താ യനാല മൗലിയൻ, ഒരു സ്ഥലം കിട്ടുന്നവരെ എന്ത് ചെയ്യും, ചുറ്റും എല്ലാവരും ഓട്ടു. വായുദൻ ഫവായുദൻ, അപ്പോൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഓടും അല്ലേ. എന്നിട്ട് യുഹ്രിജു അന്ന സായിദൻ, അപ്പോൾ അധികം വരുന്ന ഒരാൾ, അപ്പോൾ ആർക്കാണോ ഇരിക്കാൻ കഴിയാത്ത ആൾ ഔട്ടാവും. വമൻ യബ്ഖാ വഹ്ദഹു നാലൽ ഹദായ വഹ്ദഹു, അപ്പം ആരാണോ ഏറ്റവും അവസാനം അങ്ങനെ കളിച്ച് ആരാണോ ബാക്കിയാവുന്നത് അവനാരാവും, വിജയിയാവും അല്ലേ. അപ്പോൾ ഈ കസേരക്കളി എന്ത് ചെയ്യും, എല്ലാവർക്കും അറിയുന്ന കളിയാണ് കസേരക്കളി. ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിലും അതുപോലെ തന്നെ വലിയ പ്രായത്തിലും ഒക്കെ നമ്മൾ ഓണപ്പരിപാടിക്കൊക്കെ എന്ത് ചെയ്യും, കസേരക്ക പരിപാടിയും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും, നമ്മളെ കോളേജിലും സ്കൂളിലും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഈ കസേരക്കളി ഒരു പക്ഷെ എന്ത് ചെയ്യും, എല്ലാവർക്കും അറിയാം അല്ലേ, എങ്ങനെ കളിക്കേണ്ടതെന്ന്. അടുത്ത് നോക്കൂ, ലഹബത്തു ഷദ്ദിൽ ഹബൽ. എന്താണ്, ഈ ഫോട്ടോ കണ്ടാൽ തന്നെ തിരിയും. എന്താണ്, കമ്പവലി അല്ലേ. അപ്പോൾ കമ്പവലിക്കാണ് എന്തെന്ന് പറയുക, ലഹബത്തു ഷദ്ദിൽ ഹബൽ എന്ന് പറയുക. കമ്പവലി അല്ലേ, വളരെ ആവേശത്തോടു കൂടെ വലിച്ചുണ്ട് ടീമിനെ. അപ്പോൾ 2 ടീം പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും. എന്നിട്ട് വളരെ ആരോഗ്യത്തോടു കൂടെ ആരാണോ വലിച്ച് ഇപ്പുറത്തേക്ക് ഇടുന്നത് അവനെന്ത് ചെയ്യും, ആ ടീം ഫസ്റ്റ് എടുക്കും. നോക്കൂ, നെൽഹബു ഷദ്ദൽ ഹബൽ, ഞങ്ങൾ എന്ത് ചെയ്യും, ഈ കമ്പവലി നെൽഹബു ഷദ്ദൽ ഹബലി ഫീ ഖുവ്വത്തി വൽ അഖ്ലി. അപ്പോൾ നമ്മൾ ഈ കമ്പവലി വലിക്കുന്നത് എങ്ങനായിരിക്കണം, ശക്തി മാത്രം പോരാ, ഫി ഖുവ്വത്തി വൽ അഖ്ലി, ബുദ്ധിയും വേണം. കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, ആ കമ്പവലിയിൽ ജയിക്കാൻ കഴിയും. അതാ പറഞ്ഞത് എന്ത്, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ശക്തി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കളി തുടങ്ങും. കുല്ലു ഫരീഖിൻ ഫി തൊറഫി യശുദ്ദു ഹത്തൽ മുസ്തനിഫി. അപ്പോൾ ആരാണോ വലിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റേ ടീമിന് എപ്പുറത്തേക്ക് ഇടുന്നത് അതുവരെ വലിക്കും. അത്താ യഫൂസ വാഹിദൻ ബി ഷദ്ദത്തി വയസ്സത്. അപ്പോൾ ആരാണോ ജയിക്കുന്നത് അവരെന്ത് ചെയ്യും, അപ്പോൾ ആരാണോ കൂടുതൽ ഇപ്പുറത്തെ ടീമിനെ ഇങ്ങോട്ട് വലിച്ചിട്ടത് ആ ടീം എന്ത് ചെയ്യും, വിജയിക്കും. മനസ്സിലായോ? അപ്പോൾ കമ്പവലി പരിചയപ്പെട്ടു, അതുപോലെ തന്നെ കസേരക്കളി പരിചയപ്പെട്ടു, അതുപോലെ തന്നെ കക്ക് കളി പരിചയപ്പെട്ടു അല്ലേ. അതുപോലെ തന്നെ ഒരു വാക്കിനെ തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഞാൻ എന്നുള്ള അർത്ഥത്തിലേക്ക് ഡയറി ആയിട്ട് എഴുതാമെന്ന് പഠിച്ചു അല്ലേ. ഒരു തൂ ഇസ്തൈക്കൽത്തു, അതുപോലെ തന്നെ ജലസ്തു, കറത്തു, ദഹബ്തു, കത്തബുത്തു, റജഅത്തു, ലഇബ്തു. അപ്പോൾ അവിടെയൊക്കെ തൂ എന്ന് അവസാനം ചേർത്താൽ ഞാൻ എന്നുള്ള അർത്ഥം എന്താവും, കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഓർഡർ ആക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡയറിയും നമ്മൾ എന്ത് ചെയ്തു, പരിചയപ്പെട്ടു. അപ്പോൾ മക്കളെ സിമ്പിളാണോ, പറഞ്ഞാട്ടെ. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ന് 6ാം ക്ലാസ്സുകാർക്ക് 3ാമത്തെ മൊഡ്യൂളിലെ 3ാമത്തെ ചാപ്റ്റർ. വളരെ സിമ്പിളാണെന്ന് സാറിന് വിചാരിക്കുന്നുണ്ട്. മക്കൾക്കും ഒക്കെ മനസ്സിലായിട്ടെന്ന് സാറ് കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പഠനത്തിന് എന്ത് ചെയ്യേണ്ട, ആരും പിസ്ക് കാണിക്കേണ്ട, ആരും കഷ്ടപ്പെട്ട് പഠിക്കരുത്. ഇഷ്ടപ്പെട്ട് മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് മാത്രം വീഡിയോ കാണുക. ഓക്കെ ആണല്ലോ. അപ്പോൾ 6ാം ക്ലാസ്സിലത്തെ മക്കളൊക്കെ നല്ലോണം ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ് പഠിക്കുന്നുണ്ടെന്ന് സാറിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റും
മൂന്നാമത്തെ മൊഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടോ നമ്മൾ ഇനി ആരും എന്ത് ചെയ്യേണ്ട, ഒരു പേടിയും പേടിക്കേണ്ട. ആ മൂന്നാമത്തെ യൂണിറ്റിൽ എന്തൊക്കെ പഠിക്കേണ്ടതുണ്ട് അതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 യൂണിറ്റുകൾ വളരെ മനോഹരമായിട്ട് പഠിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് 4ാമത്തെ മൊഡ്യൂളുമായിട്ട് നമുക്ക് എന്താ ഉടനെ വരാം. ക്രിസ്മസ് എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട, ഒരു ടെൻഷനും വേണ്ട, ഫ്രീ ആയിട്ട് ഇരിക്കുക, ഫ്രീ ആയിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. സാറിന് എല്ലാവരും എന്ത് ചെയ്യുന്നു, സാർ എല്ലാവരും വിജയിക്കട്ടെ എന്ന് സാർ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വീഡിയോ കണ്ടിട്ട് ക്ലാസ് കണ്ടുപിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ അറിയിക്കണം. അത് സാറിന് എന്ത് ചെയ്യും, കൂടുതൽ ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താൻ ഉപകാരമാകും. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവർക്കും ശുക്രൻ. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ജസാക്കുമുല്ലാഹ് ഖൈറൻ, ശുക്രൻ. അസ്സലാമു അലൈക്കും. തൽക്കാലം സാറ് പോകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഅസ്സലാമ.